അത് നാടൻ വെളിച്ചെണ്ണയിലെ നാടൻ തോട്ടത്തിലെ നല്ല ഉഗ്രൻ ചിപ്സ്. ഈ കാണുന്നത് നമ്മുടെ പിള്ളേരുടെ ആരോഗ്യമാണ്. നമ്മളും ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കുറിക്കുന്ന ടീമാണ്. മലയാളി കുറിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാധനമാണെന്ന് ഇടയ്ക്ക് ഒരു പത്രവാർത്തയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറിക്കൽ ശീലമാക്കിയവരാണെങ്കിൽ കുറിക്കുന്നത് ഏറ്റവും ആരോഗ്യമുള്ളത് തന്നെ കഴിക്കണം എന്നതാണ് എൻ്റെ ഒരു പക്ഷം. കശുവണ്ടിയിലെ ചുട്ട കശുവണ്ടിയുടെ തോടിലാണ് ഇവർ ഇന്ധനം ഉണ്ടാക്കുന്നത്, അല്ലാതെ ഗ്യാസ് കാര്യങ്ങളല്ല. ഇതിലുണ്ടാക്കുന്നതിന്റെ പഴയ നാടൻ തനിമയുടെ ട്രഡീഷണൽ ടേസ്റ്റിലാണ് ഐഡിയുടെ ചിപ്സ് ഉണ്ടായി വരുന്നത്. ഞാൻ കഴിച്ച ഏറ്റവും ടേസ്റ്റ് ഉള്ള ചിപ്സ്. അപ്പൊ നിങ്ങൾ പറയും ഉറപ്പായിട്ടും എന്റെ തള്ളാണെന്ന്. അല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഫേമാണ്. ഇവരുടെ തന്നെ വാഴക്കയിൽ ഇവർ തന്നെ ചക്കിലാട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയിൽ അതിഗംഭീരമായി തയ്യാറാക്കുന്ന ക്രിസ്പി ആയിട്ടുള്ള ഗംഭീര സാധനം. 18 ഏക്കർ വാഴത്തോട്ടമാണ് കേട്ടോ. നല്ല ഉഗ്രൻ വാഴക്കുലകൾ. അത് വെട്ടിക്കഴിഞ്ഞിട്ട് ഇത് 3ാം ഘട്ട കൃഷിയാണ്. നമ്മുടെ കോവളം ഭാഗത്ത് ID മിൽക്കിന്റെ ഒരു ഫാം ഉണ്ട് കേട്ടോ. അതിൽ IDR എന്നവരുടെ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട്. ഇതിൽ ഏറ്റവും മികച്ച ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ മക്കൾക്ക് മേടിച്ചു കൊടുത്തതും എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള സാധനമാണ് ഇവരുടെ ചിപ്സ്. 2 ടൈപ്പിലുള്ള ചിപ്സ് ഉണ്ട്. ഒന്ന് പച്ചക്കായ ചിപ്സ്, 2 നമുക്ക് പഴ ചിപ്സും ഉണ്ട്. അപ്പോൾ ഈ 2 സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും രുചി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ ഫാമിലേക്ക് വന്നത്. അസാധ്യമായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. 18 ഏക്കർ ഇവരുടെ തന്നെ വാഴത്തോട്ടത്തിൽ വിളയുന്ന വാഴക്കൊലയും അത് തികയാതെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ജൈവ കർഷകരായിട്ടുള്ള വീട്ടിലൊക്കെ വളർത്തുന്ന കൊലകളും കൂടിയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ചിപ്സ് നമുക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നത്.